ശ്രീ ശ്രീജിത്ത് പണിക്കർ, രാഹുൽ ഈശ്വറിനെ ഓർമ്മിച്ചുകൊണ്ട് ഒരു 30 സെക്കൻഡ് ക്ഷമിക്കണം. അല്ല, നോക്കൂ, എനിക്ക് പറയാനുള്ളത് ശ്രീ മാങ്കൂട്ടത്തിലും അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് നോക്കൂ, ഇതിന്റെ മെറിറ്റിലേക്ക് പോയാൽ, ഈ കേസിന്റെ മെറിറ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്കിൽ നിശ്ചയമായിട്ടും അതിൽ കുറേയധികം പ്രോബ്ലംസ് ഉണ്ട്, പ്രോബ്ലമാറ്റിക് ആണ് എന്നുള്ളത് അറിയാം. ശ്രീ അഭിലാഷ് ഇതിനോടകം തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഉഭയസമ്മതത്തോടു കൂടിയാണോ, അങ്ങനെയാണ് എന്ന് തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു ചാർജ് നിലനിൽക്കുമോ, ഈ കാര്യമൊക്കെ തന്നെ കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെള്ള പൂശുന്നതിന് വേണ്ടി രണ്ടും ഇപ്പൊ ഏതാണ്ട് ഒരുപോലെയാണ്. ശ്രീ രാഹുൽ ഈശ്വർ അടക്കം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഇറക്കിയിരുന്ന ഒരു വാദം നമ്മൾ കണ്ടതല്ലേ? അതെന്തായിരുന്നു? വിവാഹിതയാണ് എന്നുള്ള വിവരം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ശാരീരിക ബന്ധത്തിന് പോയത്. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ അദ്ദേഹം സ്വീകരിക്കണമെന്നാണ് ചോദിച്ചത്. ജാമ്യാപേക്ഷ നമ്മളെല്ലാം കണ്ടല്ലോ. ജാമ്യാപേക്ഷയിൽ എന്താ പറഞ്ഞിരിക്കുന്ന ഒരു സീക്വൻസ് ഓഫ് ഇവന്റ്സ് പറയുന്നില്ലേ? ഒരു കയ്യബദ്ധം വേണ്ടായിരുന്നു.